ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ എളുപ്പത്തിൽ ലോട്ടറി അടിക്കാൻ സഹായിക്കുന്ന ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ സാധാരണ ചിലർക്ക് ലോട്ടറി എടുക്കാൻ ഇഷ്ടമാണ്, പിന്നെ ചിലർക്ക് എന്താണ് ലോട്ടറിയോട് വലിയ രീതിയിൽ ഇതില്ല. പക്ഷേ എങ്കിലും ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവരും ഒക്കെ ആയിരിക്കും ഏറെക്കുറെ ആൾക്കാർ. ഒത്തിരി നാൾ ലോട്ടറി എടുത്ത് ലാസ്റ്റ് കടം കയറി എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടികൾ അഴിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ ലക്ഷങ്ങൾ കിട്ടുമെന്നോ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ലോട്ടറി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക്, അതായത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു 60 അല്ലെങ്കിൽ 80% നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കാൻ സഹായിക്കുന്നു. അതായത് നമുക്ക് ആ ഒരു ഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ 100% ഉറപ്പാണ് നിങ്ങൾക്കിത് കിട്ടുമെന്ന രീതിയിൽ പറയാത്തത്. കാരണം ഇന്നിപ്പോൾ ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഇന്ന് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് നാളെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. കണ്ടിന്യൂസ്, അതായത് നമുക്ക് 1, 2, 3 ദിവസം കണ്ടിന്യൂസ് ജിക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു 4-ാം തീയതി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അല്ലേ, ഓണം ബെമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എടുക്കാനൊക്കെ ഉള്ളവർ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതൊന്നും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. സാധാരണയായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവർ, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ചെടുക്കും. അതായത് നിർബന്ധിച്ചിട്ട് പറയും ഇതൊന്ന് എടുക്കുമെന്ന് പറയും. പക്ഷെ നമ്മൾ എന്നിട്ടും എടുക്കത്തില്ല. ലാസ്റ്റ് നമ്മൾ എങ്കിൽ ഇത്രയും കിടന്ന് പുറകെ നടന്ന് നിർബന്ധിച്ചല്ലേ, എങ്കിലൊന്ന് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്ത് ലാസ്റ്റ് ലക്ഷങ്ങളും കോടികളും അടിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഒരു വിഹിതമെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനായിട്ടൊരു മനസ്ഥിതി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ലോട്ടറി അടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല. അതായത് നമുക്ക് പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ പണം കിട്ടുന്നതിന് വേണ്ടിയും ഈ ലോട്ടറി മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോട്ടറി എടുത്ത് ഇപ്പോൾ നിരവധി കയ്യിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാം ഇതുപോലെയുള്ള ലോട്ടറികൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ലോട്ടറികളെ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്നത്തെ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ പേന, അതായത് ഗ്രീൻ പെന്നോ അല്ലെങ്കിൽ റെഡ് പെൻ ഉണ്ടായിരിക്കണം. ഒരിക്കലും ബ്ലാക്ക് പെൻ വെച്ച് നിങ്ങൾ ഈ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കണ്ടിന്യൂസ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് ഓസം വൂൾഫ്. അതുപോലെ തന്നെ ജാക്ക്പോട്ട് 520. ഈ ജാക്ക്പോട്ട് 520 എഴുതുന്നതും അതുപോലെ വൂൾഫ് എന്ന് എഴുതുന്നതും ഓസം എന്ന് എഴുതുന്നതും നമ്മുടെ ലോട്ടറിയുടെ നമ്പർ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ബുക്കിൽ ലോട്ടറിയുടെ നമ്പർ എഴുതുക, വൂൾഫ് എന്ന് എഴുതുക. ഏതെങ്കിലും ബുക്കിൽ നമ്മുടെ ഗ്രീൻ പേന കൊണ്ട് ലോട്ടറിയുടെ നമ്പർ എഴുതുക, പൂർണ്ണമായിട്ട് കോഡും നമ്പർ അതുപോലെ തന്നെ എഴുതുക. എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ജാക്ക്പോട്ട് 520 എന്ന രീതിയിൽ എഴുതി വെക്കുന്നു. ഇതും ഏറ്റവും നല്ലതാണ്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയമെന്ന് പറയുന്നത് അതിരാവിലെ ആയിട്ടുള്ള സമയമോ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മുടെ മിഡ് നൈറ്റ് എന്ന് പറയുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു മിഡ് നൈറ്റ് ടൈമിലോ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നോട്ട്ബുക്ക് എടുക്കുന്നു, അതിനുശേഷം നിങ്ങൾ ഗ്രീൻ പെൻ എടുക്കുന്നു. ഗ്രീൻ പെൻ എടുത്ത ശേഷം ഞാൻ ഈ പറയുന്ന കാര്യം ഏകദേശം ഒരു 10-15 ടൈം നിങ്ങൾ ഒന്ന് എഴുതുക. അതായത് ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്, ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. നിങ്ങൾ ഇത് ആദ്യം നിങ്ങൾ ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്, ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ഇത് നമ്മളെ ഭാഗ്യം കൊണ്ടുവരുന്നതിന് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്കിൽ യൂസ് ചെയ്യുന്ന ഒരു അഫർമേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു, സാധാരണ വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇടണോ വേണ്ടായോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ലോട്ടറിയുടെ ഡേറ്റൊക്കെ ഒന്ന് മാറ്റിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. 4th കൺവേർട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിക്കുക, ഞാൻ ലോട്ടറി എടുക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. 4th എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ചേഞ്ച് ആക്കിയിട്ടുള്ളത്. സോ അപ്പം ഇനിയും എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ, ഇപ്പോൾ ഓണം ബെമ്പർ തന്നെയല്ല, ഏത് ലോട്ടറി തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി.
അല്ലേ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും. ഇനി അത് ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നമ്മുടെ ഭാഗ്യം എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ വഴുതി പോകുന്നു ടോപ്പിക്കിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമ്മളെ ജാക്ക്പോട്ട് ബോണസ്, അതായത് ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഏകദേശം 10 പ്രാവശ്യം എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, 10 പ്രാവശ്യം എഴുതിയ ശേഷം അതിന് താഴെ അടുത്ത് എഴുതേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നിലവിൽ ലോട്ടറി എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ആ ലോട്ടറി കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, ഏത് കടയാണെന്ന് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നു. ആ കടയിൽ നിന്ന് നിങ്ങൾ ലോട്ടറി വാങ്ങിക്കുന്നു, കടയുടെ പേര് മനസ്സിൽ കാണുന്നു, ആ ഒരു നിങ്ങൾക്ക് തരുന്ന പേഴ്സൺ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോട്ടറി തരുന്നത് നിങ്ങൾ വാങ്ങിക്കുന്നു. അതായത് വാങ്ങിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങളുടെ വലത് കൈ കൊണ്ട് ലോട്ടറി മേടിക്കുന്നതായി നിങ്ങൾ കാണുന്നു. ഓക്കെ, ലോട്ടറി വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ട് ഏതെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഇടത്തേക്ക് നിങ്ങളത് വെക്കുന്നു. അതിനുശേഷം പിന്നീട് നിങ്ങൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യാത്തതായി നിങ്ങൾ കാണുന്നു. മറ്റെന്തെങ്കിലും ജോലികളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലോട്ടറിയുടെ കാര്യത്തെപ്പറ്റി നിങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുന്നു, അയ്യോ എന്തോ ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോട്ടറി നറുക്കെടുപ്പിൻ്റെ ദിവസമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കാണുന്നു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നേരെ TV വെച്ച് നോക്കുന്നു. അപ്പോൾ TV വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. എന്തായിരിക്കും, കൺഫ്യൂഷനല്ല, ഒരു ആകാംക്ഷ, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട്, ആർക്കായിരിക്കും അടിച്ചത്. തനിക്ക് അടിക്കണമെന്ന വിശ്വാസത്തിലൊന്നും അല്ല നിങ്ങൾ ആ ഒരു വിഷ്വലൈസ് ആദ്യം കാണുന്നത്. ഓക്കെ, എന്നാൽ അതിനുശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു, ലോട്ടറി ആപ്പ് എടുക്കുന്നു. ലോട്ടറി ആപ്പ് എടുത്തിട്ട് ലോട്ടറി ആപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, പത്രമാണെങ്കിൽ പത്രം, ലോട്ടറി ആപ്പ് ആണെങ്കിൽ ലോട്ടറി ആപ്പ്, പത്രമാണെങ്കിൽ നാളത്തെ പത്രത്തിലല്ലേ വരത്തുള്ളൂ. അപ്പം ലോട്ടറി ആപ്പ് ആണെങ്കിൽ ലോട്ടറി ആപ്പ് പിറ്റേ ദിവസം പത്രത്തിലല്ലേ വരുള്ളൂ. അപ്പോൾ ലോട്ടറി ആപ്പ് എടുക്കുന്നു. ലോട്ടറി ആപ്പ് എടുത്ത ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു നമ്പർ, അതായത് നിങ്ങളുടെ നമ്പർ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് വെക്കുക. ഓക്കെ, ആ ഒരു നമ്പർ ആലോചിച്ച് വെച്ച നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മനസ്സിൽ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നു. മനസ്സിലൊരു 10 പ്രാവശ്യം കണ്ടിന്യൂസ് പറയുന്നു. പറഞ്ഞ ശേഷം നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് കീപാഡിലല്ല, നിങ്ങളുടെ ടൈപ്പ് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം ഡൺ കൊടുക്കുന്നു. ഡൺ കൊടുക്കുമ്പോഴത്തേക്ക് സെർച്ച് എന്ന് പറഞ്ഞാൽ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ ലോട്ടറിയുടെ നമ്പർ നോക്കുന്നത്. അപ്പോൾ ഡൺ കൊടുക്കുമ്പോഴത്തേക്ക് അതായത് നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് വലിയ എമൗണ്ട് 1 കോടി 25 കോടി ഒന്നും നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കടം മാറുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒന്ന് മാറാൻ സഹായിക്കുന്നതും എത്ര രൂപയാണോ ആ ഒരു രൂപ നിങ്ങളുടെ മനസ്സിൽ കണ്ടു വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് മനസ്സിൽ കാണുന്നു. സോ അത് മനസ്സിൽ കണ്ട ശേഷം പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, അതായത് ഇത് കണ്ടു, അതായത് നിങ്ങൾക്ക് വിൻ ചെയ്തു എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളവിടെ കാണുന്നത്. അതായത് ഫാമിലിയോട് സംസാരിക്കുന്നു, ഓടിപ്പോയി കാര്യം പറയുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നു, എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താണ് ചാടിത്തുള്ളുന്നു. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കരഞ്ഞുകൊണ്ട് ആരും ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ചാടിത്തുള്ളുന്നു. നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ ഫീൽ എങ്ങനെയാണോ ആ ഒരു ഫീൽ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളത് കൊണ്ടുവരണം, വിഷ്വലൈസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരണം. ഞാൻ പറയുകയാണ്, ഇനിയും വലിയ രീതിയിലുള്ള, അതായത് ഇനിയും നിങ്ങളുടെ സമയം വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. വളരെ നിങ്ങൾക്ക് ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മാക്സിമം എന്താണ് എഫേർട്ട് ഇട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് എഫേർട്ട് ഇടണം. എന്നെങ്കിലും ഒരിക്കലും കിട്ടണം എന്ന രീതിയല്ല. എപ്പം ഞങ്ങൾക്ക് ഉടനെ തന്നെ എനിക്കത് വേണം, എനിക്കത് അർഹനാണ്, എനിക്ക് ആ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡ്രീം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരെ നിങ്ങൾ കണ്ണുകൾ തുറക്കുന്നു. ഓക്കെ, കണ്ണുകൾ തുറക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ റിയാലിറ്റിയിലാണ്, നിങ്ങളുടെ റിയൽ ആ ഒരു മൈൻഡിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതായത് ലോട്ടറി അടിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ റിയാലിറ്റിയിലോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ആ റിയാലിറ്റിയിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ബുക്കിൻ്റെ അടുത്ത് നിങ്ങൾ ആ ഒരു ഗ്രീൻ പെന്ന് കിടക്കുന്നു, അതിൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കുന്നതാണ് കാണുന്നത്. ഇനി അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിന് താഴെ 10 പ്രാവശ്യമായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പർ, ലോട്ടറി നോക്കുന്നു. ലോട്ടറിയുടെ ആ ഒരു ഇപ്പോൾ കോഡാണെങ്കിൽ ആ ഒരു കോഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ആ ഒരു കോഡിലേക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ ആ നമ്പർ എന്ത് ചെയ്യുന്നു, ഒന്ന് ഉറക്കുകയോ അല്ലെങ്കിൽ ഏകദേശം ആരും കേൾക്കാത്ത രീതി നമ്മൾ സാധാരണ രീതി പറയുന്നൊരു ഇതുണ്ടല്ലോ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്പർ ഒന്ന് ഒരു 10 പ്രാവശ്യം പറയുന്നു. ആ 10 പ്രാവശ്യം താഴെ നമ്മൾ ജാക്ക്പോട്ട്
ബോണസ് ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്, ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് 10 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പരും കൂടെ എഴുതുന്നു. ഓക്കെ, നിങ്ങൾ ലോട്ടറിയുടെ നമ്പർ എഴുതുന്നു. നമ്പർ എഴുതിയ ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുന്നത് നേരെ അതിൻ്റെ താഴെ, ഒന്നെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ 10 പ്രാവശ്യം എഴുതിയിട്ട് ഓക്കെ അവിടെ പേജ് തീർന്നു, അപ്പോൾ അടുത്ത പേജിലേക്ക് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു പേജിൽ തന്നെ അത് അപ്പുറത്ത്, അതായത് ഒരു പേജിൽ ഇത്ര എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു പേജ് തന്നെ ഈ കുറച്ച് സൈഡിലോട്ട് എഴുതുക, കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് എഴുതുക. ഒരു പേജിൻ്റെ അകത്ത് തന്നെ ഒരു സൈഡ് 2 സൈഡായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ഗ്രീൻ പെന്നോ അല്ലെങ്കിൽ റെഡ് പെന്നോ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എഴുതിയ ശേഷം നിങ്ങളിനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതായത് ഇനി നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത കാര്യം ഇവിടെ അഫോർമേഷനായിട്ട് കൊണ്ടുവരികയാണ്. എനിക്ക് ഇത്രാം തീയതിത്തെ ലോട്ടറി, അതായത് എന്നാണ് ഈ ലോട്ടറി എടുക്കുന്ന ദിവസം എന്ന് ആലോചിച്ചുകൊണ്ട് ആ ദിവസം നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഫോർമേഷൻ എഴുതണം. അത് ഇത്രാം തീയതി എടുത്ത ലോട്ടറിയിൽ എനിക്ക് അതായത് ആ ലോട്ടറിയുടെ പേര് നിങ്ങൾ ആലോചിച്ചിട്ട് ആ ലോട്ടറി അവിടെ എഴുതണം. അതായത് ഇത്രാം തീയതി എടുത്ത ഈ ലോട്ടറിക്ക് ആ ലോട്ടറിയുടെ പേര് നിങ്ങൾ അവിടെ എഴുതണം. ഈ ലോട്ടറി ഇന്ന നമ്പർ, ആ നമ്പർ അവിടെ കൊടുക്കണം. ഓക്കെ, ആ നമ്പറിന് എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക എത്രയാണോ ആ തുകയും നിങ്ങൾ അവിടെ എഴുതണം. ഓക്കെ, ആ ഒരു വലിയ എമൗണ്ട് ഒന്നും ആദ്യം തിങ്ക് ചെയ്യണമെന്ന് പറയുന്നില്ല. നമ്മൾ ആദ്യം എന്താണ് ചെറിയ എമൗണ്ടുകളിൽ നിന്ന് തുടങ്ങുക. ഇപ്പം 50,000, 25,000, 1 ലക്ഷമോ 3 ലക്ഷമോ അങ്ങനെയുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതുക. അതായത് ഇന്ന തുകയ്ക്ക് എനിക്ക് ഇത്രാം തീയതി ഇന്ന തുക എനിക്ക് ലോട്ടറി അടിച്ചതിന് എന്താണ് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. എനിക്ക് ഇപ്പോൾ എൻ്റെ എല്ലാ രീതിയിലുള്ള നെഗറ്റീവുകളും പോയി പല മാർഗങ്ങളിലൂടെ ധനം എനിക്കിപ്പോൾ കൈവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ലോട്ടറി അടിച്ചതിനുള്ള എല്ലാ ഭാഗ്യവും തന്നത് എൻ്റെ യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ എഴുതുക. ഇനി എഴുതിയ ശേഷം നിങ്ങൾ അതിന് താഴെയായി ജസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു ട്രിക്കാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്നാണ് ഈ ഒരു ട്രിക്കിൻ്റെ പേര്. ഇനി ഇതെടുത്തിട്ട് 100% നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. മാനിഫെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഫോക്കസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലോട്ട് എത്തിച്ചേർക്കാൻ പറ്റുമോ ആ ഒരു ഇതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർക്കുന്നത്. അതല്ലാതെ ഇത് ഇന്ന് ലോട്ടറി എടുത്ത് നാളെ പോയി ലോട്ടറി എടുത്തിട്ട് നാളെ അടുത്ത ദിവസം തന്നെയുള്ള ലോട്ടറി ലിസ്റ്റിൽ എൻ്റെ പേര് വരണം എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മുടെ ഒരു ലക്ക്, ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നതൊരു 50% നമ്മുടെ ലക്ക്, 50% എന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റും കൂടാണ്. അപ്പോൾ അത് മാനിഫെസ്റ്റിൽ എന്താണ്, ഒരു ഗോഡിൻ്റെ ഒരു ബിലീവ് കൂടി വേണം. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ബിലീവാണ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് ബിലീവ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കാര്യം ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതായത് ലെറ്റ് ഇറ്റ് ഗോ മെത്തേഡ് നിങ്ങൾ ചെയ്യുക. കാര്യം കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി എനിക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരിക്കലും എനിക്കിത് കിട്ടും എന്ന മനോഭാവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ലോട്ടറി അടിച്ചു, ഓക്കെ ലോട്ടറി അടിച്ചു, ഇനി ലോട്ടറി അടിച്ചില്ലെങ്കിലും പല കൈവഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്നതിലുപരി അവിടെ കൊടുത്തിട്ടുള്ള അഫോർമേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ജാക്ക്പോട്ട് ബോണസ് ബ്രിങ് എറ്റ് എന്നാണ്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് എറ്റ്, ഞാൻ എപ്പോഴും തിരിച്ചാണ് പറയുന്നത്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് എറ്റ്, നിങ്ങൾ തിരിച്ചെഴുതി വെക്കരുത് എന്നെ പോലെ. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് എറ്റ്, ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്, ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ്. ലാസ്റ്റ് യെസ് ആണ്, എറ്റല്ലേ, ലാസ്റ്റ് യെസ് എന്നാണേ പറയുന്നത്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് യെസ് എന്ന് കണ്ടിന്യൂസ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പറയുക. അതിനുശേഷം മനസ്സിരുത്തി അതുപോലെ ഒന്ന് എഴുതുക. ലാസ്റ്റ് നമ്മൾ എന്താണ് അഫോർമേഷൻ എഴുതുക. അതിനുശേഷം താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞ് അവിടെ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ മെത്തേഡ് ചെയ്ത് ആ ഒരു കാര്യത്തെ ഓർമ്മിക്കുക. പിന്നെ നമ്മൾ ഓർമ്മിക്കരുത്. അപ്പോൾ ഇതുപോലെ ലോട്ടറിയൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടിന്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നില്ല, കണ്ടിന്യൂസ് നിങ്ങൾക്ക് ലക്കില്ല എന്നൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് മാനിഫെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് മാറിയാലോ, ചിലപ്പോൾ നിങ്ങൾക്കാണ് ഭാഗ്യമെങ്കിലോ. ഈ വീഡിയോ കാണുന്ന ആർക്കാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആരൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നതിന് അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ഇപ്പം വലിയ ഹ്യൂജ് എമൗണ്ടിൻ്റെ ലോട്ടറി എടുക്കണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എത്രയാണോ നിങ്ങൾക്ക്
ഇനി ലോട്ടറി എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ലോട്ടറി എടുക്കണ്ട. പകരം ഇപ്പോൾ ലോട്ടറി അല്ലാതെ തന്നെ പല മാർഗ്ഗങ്ങളിൽ നമുക്ക് ലോട്ടറി അല്ലാതെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിലൂടെ നമ്മൾ ജോലി സ്ഥലത്ത് നമുക്ക് ഇത്ര എമൗണ്ട് കൂടുതൽ കിട്ടണമെന്ന രീതിയിലും ഇതിനു വേണ്ടി നമുക്ക് ഈ ജാക്ക് പോട്ട് ബ്രിങ് ബോണസ് യെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ ഞാനിത് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4th തോന്നുന്നു ഓണം ബെമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ക് നിങ്ങൾക്കാണെങ്കിലോ അറിയാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ ജാക്ക് പോട്ട് 520 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സിലേക്ക് നമ്മളൊന്ന് അടുപ്പിച്ച് കൊടുക്കുന്നതിനൊരു ട്രിക്ക് കൂടിയുണ്ട്. ആ ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 897 ഏഞ്ചൽ 897 ഏഞ്ചൽ നമ്പർ 897 897 ഏഞ്ചൽ നമ്പർ 897 എന്നൊരു 10 പ്രാവശ്യം നിങ്ങൾ ആ ഒരു ബുക്കിൽ എഗെയിൻ ഒന്ന് എഴുതുക. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒന്നും കൂടെ ഒരു ഊട്ടി ഉറപ്പിക്കലാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഓസം നമ്മൾ എഴുതുന്നതിൻ്റെ താഴെ ഓസം. പിന്നെ എപ്പോഴും നമ്മൾ താങ്ക് യു എഴുതുക. നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് താങ്ക് യു പറയുക. ഇനി ആരെങ്കിലും ഗിഫ്റ്റ് ചെറിയൊരു കാര്യം തന്നാൽ കഴിഞ്ഞാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് നമ്മൾ നന്ദി വാക്കുകൾ പറയാം. എത്രത്തോളം നമ്മൾ യൂണിവേഴ്സിന് നമ്മൾ ആൾക്കാരോട് നന്ദിയൊക്കെ പറയുന്നു അത്രത്തോളം നമുക്ക് എന്താണ് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. നമുക്കൊരാളുടെ കയ്യിൽ നമുക്കൊരാൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് എന്താണ് കുറേ നാളല്ല അന്നത്തെ ദിവസം നമുക്ക് ഏതെങ്കിലും വഴിയിൽ നമുക്ക് പൈസ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സഹായിക്കുമ്പോഴോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഒരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴോ ഒക്കെ നമുക്ക് എന്താണ് നമ്മൾ അറിയാതെ തന്നെ കുറേ ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു, ലോട്ടറി മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ലോട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ ഇങ്ങനെയുള്ള ജാക്ക്പോട്ട് വീഡിയോസോ ഒന്നും ഞാൻ സാധാരണ ഇടാറില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ഉണ്ട് എന്നതിന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഗെയിൻ പറയുകയാണ്, ഈ ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും വിശ്വാസമില്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡ് ഇല്ല, എനിക്കിത് കിട്ടും, ഉറച്ച വിശ്വാസമുണ്ട്, എനിക്ക് കിട്ടിയിരിക്കും എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾ അത്രയും വിശ്വാസത്തിലൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പാളിച്ച വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര ടയേർഡാവും. നിങ്ങളിനി ഇതൊന്നും ചെയ്യില്ല എന്ന് ബാക്ക് അടിക്കും. അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് നമ്മുടെ രീതിയിലുള്ള വർക്ക് എന്താണോ നമ്മുടെ പാത്ത് ആ വഴിയിലേക്ക് മൂവ് ചെയ്ത് പോവുക. അപ്പോൾ എന്തെങ്കിലും നല്ല അത് ഓൺ ഗോയിങ് ആയിട്ടൊരു പ്രോസസ്സായിരിക്കും. പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും കൊണ്ട് അവിടെ ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് കൊണ്ട് അവിടെ ഒരു തടസ്സം ഉണ്ടല്ലോ, ഒരു ബാരിയർ തീർക്കുമായിരിക്കാം. ചിലപ്പോൾ ആ ബാരിയർ ഉടനെ തന്നെ മാറി നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിയാലോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആഗ്രഹിച്ചിട്ട് നമുക്ക് നടന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും വിഷമം വരും. പക്ഷേ നമ്മൾ ഓവറായിട്ട് ആഗ്രഹിക്കാം. പക്ഷേ അങ്ങ് അമിതമായിട്ട് ആഗ്രഹിച്ചിട്ട് മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി നമ്മളിലേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അത് ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹമാവരുത്. മനസ്സിലായോ? നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ അത് ഓവറായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് എനിക്ക് അതില്ലാതെ പറ്റത്തില്ല, ഇതില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും കീപ്പ് ചെയ്യരുത്. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ മണി ബ്ലോക്ക് എന്നൊരു ഇത് നിങ്ങളിലേക്ക് മാറിപ്പോവും, നിങ്ങൾ ഓക്കെ ആവും, എന്നെങ്കിലും ഒരിക്കലും ഞാൻ ബെറ്റർ ആവും, അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിലൂടെ 100% എങ്കിലും ഞാൻ വർക്ക് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. അത് ഇപ്പം നമ്മൾ വിജയിക്കണം എങ്കിൽ ഒരു 50% നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊണ്ടുതരുമോ? ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഗോഡോ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് നമുക്ക് എന്ത് കൊണ്ടുതരുന്നത്, ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് നേട്ടത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഊന്നൽ കൊടുക്കരുത്. നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ബലം എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. പിന്നെ അതുകൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ പറയാം. അതായത് ഞാൻ ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ഇത് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് എന്ന് പറയുകയാണ്. ഇതുപോലുള്ള ബിന്ദീസൊക്കെ ഉണ്ടല്ലോ, ഇത് കുറേ സെറ്റായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ബിഗ് ബില്യൺ സെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയത് ഫ്ലിപ്കാർട്ടിൽ കുറേ കാര്യങ്ങൾ ഇപ്പം പുതിയ നമ്മൾ ഇയറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, പുതിയ ഇയറിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇയർ ചെയിനുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഇയർ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഇയർ ചെയിൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രൈഡൽ സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഷൂട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ബ്രൈഡൽ സെറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ജസ്റ്റ് നെക്ലസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സെറ്റാണ്. ഏകദേശം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരുപാട് എമൗണ്ട് ഒന്നുമില്ല. നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഒത്തിരി പൈസയൊന്നും എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് നമ്മളൊരു കല്യാണത്തിന് നിൽക്കുമ്പോഴോ ഒക്കെ നമ്മളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അവിടെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങി പോകണമെങ്കിൽ, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുങ്ങി പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് ടാഗ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്രയും എൻ്റെ ചുണ്ടിലിട്ടിരിക്കുന്ന ഇവിടെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടില്ല. ഇത് കണ്ടോ. അപ്പോൾ ഇത് കണക്കുള്ള കളേഴ്സ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഞാൻ സാധാരണ മേടിക്കുന്നത് ഒന്നെങ്കിലും മീഷോ, അതുപോലെ ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ പല ഓൺലൈൻ ഡെലിവറീസിൽ നിന്നൊക്കെയാണ് കേട്ടോ. സാധാരണ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് 700-800 രൂപയൊക്കെ വരും. അത്യാവശ്യം നമ്മൾ പെട്ടെന്നൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതായിരിക്കും. പിന്നെ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, അതായത് ഓവറായിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറേ ദിവസമായി മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ എനിക്ക് അമ്മയൊന്ന് ജസ്റ്റ് മുടി ഒന്ന് വെട്ടി തന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ സ്റ്റാൻഡിലല്ല, ഞാൻ എൻ്റെ കൈ തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ് ഗൈസ്. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ട്, എൻ്റെ കൈ തന്നെ തൽക്കാലം സ്റ്റാൻഡാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഇവിടെ മുടി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം എനിക്ക് മുടി ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്ലിറ്റാണൊക്കെ വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് മുടി അങ്ങ് വെട്ടി അമ്മ ഒന്ന് ലെവലാക്കി തന്നു. അപ്പോൾ ലെവലാക്കി തന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് വൃത്തിയായി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ എണ്ണയുടെ കാര്യം, അതായത് നിങ്ങൾ 2-3 കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയറിൽ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരച്യൂട്ട് ഓയിലാണ്. ഇനി ഹെയറിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ ഉടനെ എൻ്റെ ഷോർട്സിൽ എങ്ങാനും കാണിക്കാം. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ടായിരുന്നു. മാക്സിമം ഞാൻ ഹെയർ മിക്കപ്പോഴും ഞാൻ സൂക്ഷിക്കാറില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നത്. ഇനി നമ്മൾ ഹെയറിൻ്റെ പ്രോപ്പറായിട്ട്, അതായത് മുന്നേ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കും താഴെ ഇറങ്ങി കിടക്കുന്ന രീതിയിൽ മുടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുടി, അപ്പോൾ അത് തിരിച്ചൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ രീതിയിൽ കുറച്ച് ഓയിൽ, നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഓയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അങ്ങനെയെല്ലാം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാം. അതായത് ഹെയർ ഗ്രോത്ത് വന്നിട്ട് നമുക്ക് ഈ ഹെയർ ഉണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിട്ട് വരും. അത്യാവശ്യം നല്ല തിക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, പക്ഷെ നല്ല തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒന്ന് നല്ല രീതിയിലാവും. പിന്നെ എവിടെയെങ്കിലും നല്ലൊരു ഗ്ലോ, നമുക്കൊരു ഷൈനി ഫീൽ ഉണ്ടല്ലോ, ഹെയറിനൊന്ന് ഷൈനി ഫീലൊക്കെ തോന്നിക്കും. ഞാൻ പാരച്യൂട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാരച്യൂട്ട് കൂടാതെ ഞാനിപ്പോൾ നാളെയോ മറ്റന്നാളോ ഓയിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. നമ്മളായിട്ട് കുറച്ച് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊരു ഓയിൽ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കാം, എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ടേക്കാം കേട്ടോ, ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഈ നരയൊക്കെ ഉണ്ടല്ലോ, ഗ്രേ ഹെയർ ഒക്കെ ഇപ്പോഴും ഉള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ചെറുപ്പത്തിൽ, അങ്ങനെ വലിയ പ്രായം ചെല്ലണം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാവർക്കും ഗ്രേ ഹെയർ ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാവർക്കും വരുന്നുണ്ട്. അതായത് കുഞ്ഞുനാളിലെ ഇപ്പോൾ 18 വയസ്സും 15 വയസ്സിലും ഒക്കെ നര വരുന്നുണ്ട്. അപ്പോൾ ആ നരയൊക്കെ മാറ്റി കുറച്ചൊന്ന് മുടിയൊന്ന് നല്ല രീതിയിൽ ഹെൽത്തി ആക്കി തീർക്കുന്നതിനുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് റെമഡീസ് ഞാൻ പറഞ്ഞു തരാം. ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റെമഡീസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. റെമഡീസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ എത്ര പേരാണ് റെമഡീസ് ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒരാൾ റെമഡീസ് ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് എല്ലാവർക്കും, അതായത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ, ഹെയർ ഗ്രോത്ത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ മുഖത്ത് യൂസ് ചെയ്യുന്നത് ക്രീംസ്, അതായത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് മോയ്സ്ചർ, അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫൗണ്ടേഷൻ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യണത്. എപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ സത്യം പറയാം, ഞാൻ ഫൗണ്ടേഷനോ മേക്കപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല. അതായത് നമുക്ക് ഓവറായിട്ട് മേക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, കണ്ടിന്യൂസ് നമുക്ക് മുഖത്ത് എന്താണ് പിമ്പിൾസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വളരെ എളുപ്പത്തിൽ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ വരും. അതുപോലെ തന്നെ ഓയിൽ, നമ്മളെ ഈ മുടിയുണ്ടല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ഓയിൽ തേച്ച് ഇടത്തില്ലേ, കണ്ടിന്യൂസ് ഓയിൽ തേച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് ഇവിടുന്ന് ചിലപ്പോൾ എണ്ണ ഇറങ്ങി ഈ ഒരു ഭാഗം ഇത്രയും കുരുപ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പിമ്പിൾസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കെട്ടി വെക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഓയിൽ മുഖത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിമ്പിൾസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
നമ്മൾ ഈ ഓവറായിട്ട് ഹെയർ കളറൊക്കെ ചെയ്യുന്നവർ പ്രോപ്പറായിട്ടുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാതെ, എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ഒത്തിരി രീതിയിൽ ഹെയർ കളർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ വന്നപ്പോൾ ഹെയർ മൊത്തത്തിൽ കൊഴിഞ്ഞു പോയ സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത്, അതായത് നമ്മളെ ഓഡിയൻസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. സോ അതുകൊണ്ടാണ് അത്രയും ടു ബി ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എത്ര നമുക്ക് കെമിക്കൽസ് നമ്മുടെ മുഖത്തിടുന്നോ അത്രത്തോളം നമ്മുടെ മുഖത്ത് പിമ്പിൾസും നമ്മുടെ സ്കിൻ ഡാമേജ് ആവാൻ ഇടയാക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ പറഞ്ഞിട്ട് നിർത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം, നിങ്ങൾ എത്ര കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങളിപ്പോൾ കെമിക്കൽ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഷൂട്ടിനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പോകുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ എന്താണ് ഫൗണ്ടേഷനും മേക്കപ്പ് ഐറ്റംസും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം ഓക്കെ, നമ്മുടെ ഇനി എത്രത്തോളം കെമിക്കൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മുഖത്ത് അതിൻ്റെ കുറേ നാൾ കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് അതൊരു എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ഫേസ് ഡള്ളായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും മേക്കപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിൽ വന്നിട്ട് എന്താണ്, ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ എണ്ണയൊക്കെ ഇല്ലേ, നിങ്ങൾ എന്താണ് യൂസ് ചെയ്ത് തുടയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ള് തുടച്ച ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖം സോപ്പ് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഇട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് എഗെയിൻ ഒരു 2-3 വട്ടം നമ്മളൊന്ന് വാഷ് ഔട്ടാക്കി നമ്മൾ കളയണം. കാരണം നമ്മുടെ കണ്ണിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആണ് നമുക്ക് വരുന്നത്. വന്നു കഴിഞ്ഞ് കുറേ നാൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾ പോകാനൊക്കെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കുറച്ച് റെമഡീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, അല്ലാതെ ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടെങ്കിൽ ഇനി ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക്, അതായത് ഞാൻ അങ്ങനെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോഡക്റ്റ് സൂപ്പറാണെന്ന് പറയുന്നത്. എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ കയ്യിലൊന്ന് ഇട്ട് നോക്കി, നിങ്ങളുടെ ബോഡിക്ക് ആ സ്കിന്നിന് ആപ്റ്റ് ആണോ എന്ന് ഇട്ട് നോക്കിയ ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിൻ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ സ്കിൻ ചിലപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പോൾ വേറെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ അത് പിടിക്കില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അലർജി കണ്ടീഷൻസ് ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഇട്ട് നോക്കുക. കൈയുടെ ഈ ഒരു ബാക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി ഇതല്ലാതെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നറൊക്കെ ഉണ്ടല്ലോ, സ്ട്രൈറ്റ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്നെക്കാളും നിങ്ങൾ ഹെയർ സ്ട്രൈറ്റ്നർ ചെയ്യുന്നവരായിരിക്കും. ഞാൻ ഇതുവരെയ്ക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി എനിക്ക് നീളമുള്ള മുടിയല്ലേ, അപ്പോൾ ഞാൻ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹെയർ കളറിങ്, ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രോപ്പറായിട്ട് മുടി നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മുടി നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനായിട്ട് പാടാം. ഒത്തിരി പേര് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ സൂപ്പറാക്കും എന്നൊക്കെ പറയും. പക്ഷേ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ പോയി ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഹെയർ കൊണ്ടുപോയി ഡാമേജ് ആക്കി കളയരുത്. നമുക്കറിയാവുന്ന കുറേ കുട്ടികളുണ്ട്, നല്ല രീതിയിൽ ഈ മുട്ടോളം മുടിയൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതുപോലെ ഒത്തിരി മുടിയുള്ള പിള്ളേർ കണ്ടിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ ഒരുങ്ങി നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി നടന്നിട്ടുണ്ട് ചിലർ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ മുടിയൊന്നുമില്ല. കാരണം എത്രയൊക്കെ നമുക്ക് കളർ ചെയ്യുന്നതുകൊണ്ട് കുറ്റം എന്നൊന്നുമല്ല പറയുന്നത്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അത് പ്രോപ്പറായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഹെയർ സൂക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും കളർ ചെയ്യുക, അതൊന്നും ചെയ്യരുത്. സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കെമിക്കൽസ് ഒന്നും വാരി നിങ്ങൾ തേക്കാതിരിക്കുക. പിന്നെ നമ്മൾ ലിബാമിൻ്റെ കാര്യം, നമ്മൾ പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ലിപ്പില്ലേ, അപ്പോൾ ഈ ലിപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒരു ഇതുണ്ട്, നമ്മളെ ടിൻറ്റഡ് ബീട്രൂട്ടിൻ്റെ തന്നെ ലിബാമൊക്കെ അവൈലബിൾ ആയിരിക്കും പലയിടത്തും. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെയുള്ള നല്ല അത്യാവശ്യം നമ്മൾ കഴിക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഫുഡിൻ്റെ കൂടെ കുറച്ചൊക്കെ കെമിക്കൽസൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ മാക്സിമം ഒന്ന് സൂക്ഷിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡി അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഒരു വിധത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കൊന്ന് കെയർ ചെയ്യുക കേട്ടോ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരി ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത്, എന്തൊക്കെ അതിനകത്ത് ഐറ്റംസ് ചേർന്നതാണ് ഇതുണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പോയി എന്ത് ചെയ്യുക, ഇതൊക്കെ മേടിക്കുക. അപ്പോൾ നമ്മൾ പല പരസ്യങ്ങളും കണ്ടിട്ട് പല പ്രോഡക്റ്റുകളും വാങ്ങിപ്പിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്, ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലർ പറയും ഇത് സൂപ്പറായിരിക്കും, ഞാനിത് യൂസ് ചെയ്തു, വാവ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവർക്കാണ് നമുക്ക് പലരും പല രീതിയിലും പറയും. നമ്മുടെ സ്കിൻ ടോൺ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അതായത് പോയി എന്തെങ്കിലും സ്കിൻ ഡാമേജോ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പിന്നെ ആരും കാണത്തില്ല. പിന്നെ ഡെയിലി നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കയറി ഇറങ്ങേണ്ടി വരും. നമുക്ക് സ്കിന്നിന് ആദ്യം ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓക്കെ ആവുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് വിട്ട് കളയുക.
പിന്നെ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ സാധാരണ പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തൈര് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. തൈര് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് ഒത്തിരി നേരം തൈര് മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം നമ്മുടെ സ്കിന്നുണ്ടല്ലോ, സ്കിൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്കിന്നായിരിക്കും. ഇത് നമ്മൾ കുറേ നേരം തൈര് ഇട്ടിട്ട് കുറേ നേരം വെക്കുമ്പോഴത്തേക്ക് സ്കിൻ ചിലപ്പോൾ അവിടെ നിന്ന് ചുളിവ് വരാനൊക്കെ ആയിട്ട് ഇടയാവും. അപ്പോൾ അങ്ങനെ ആ റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ഔട്ട് ചെയ്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ എനിക്ക് പുരുകം ഇല്ല കേട്ടോ. എനിക്ക് പുരുകം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ പുരുകം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പുരുകം പോയതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ത്രെഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും സമയം വരട്ടെ, ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യും. കാരണം ഞാൻ 2-3 ഇടത്ത് ത്രെഡ് ചെയ്യാൻ പോയായിരുന്നു. അതിനകത്ത് ഈ ഇടയ്ക്ക് കുറച്ച് നാളിന് മുമ്പ് ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ത്രെഡ് ചെയ്യാൻ പോയി, പക്ഷേ ഓക്കെയാണ്. അതിന് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പോയി ത്രെഡ് ചെയ്യാൻ പോയി. ഞാൻ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്തതുപോലെ ഒരു ത്രെഡിങ് ആയിരുന്നു. നമ്മൾ ഒരാൾ ത്രെഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ത്രെഡിങ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യത്തില്ല, മിണ്ടൂല. അതായത് നമ്മൾ എന്തായാലും ആ ഒരു തുപ്പലും ഒക്കെയാണല്ലോ ഉമിനീരെന്നൊക്കെ നമ്മുടെ മുഖത്തോട്ട് തെറിക്കുന്നത്. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് എയർപോഡും വെച്ചിട്ട് വായും തുറന്ന് നിന്ന് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ത്രെഡ് ചെയ്യണത്. ത്രെഡ് ചെയ്തെന്ന് പോട്ടെ, നമുക്ക് അത് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചൊറിച്ചിലാണ്. എനിക്കാണെങ്കിൽ തീരെ പിടിക്കണില്ലായിരുന്നു, നമുക്കത് പറയാനും പറ്റുന്നത്. കാരണം ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു സ്ഥലത്ത് പോണത്. ഇപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ഞാൻ ഉടനെ, അതായത് ഇനി ഒരു വട്ടവും കൂടി എനിക്ക് അങ്ങനെ ഉണ്ടായ ഉറപ്പായിട്ട് ഞാനത് റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എന്തായാലും അങ്ങനെ റിവീൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി ത്രെഡും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കവിടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് നൈസിന് സ്കൂട്ടാവുക. ഒരിക്കലും നിങ്ങൾ പിന്നെ അവിടെ നിന്ന് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്ത് അന്ന് എനിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള പുരുകമായിരുന്നു. അപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്ത് തന്നു. ത്രെഡ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് ഇവർ സംസാരിച്ചുകൊണ്ട് ചെയ്തതിലല്ല പ്രശ്നം ഞാൻ പറയുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ഇത് കഴിഞ്ഞ ശേഷം ഇവരുടെ എന്താണ് പ്രോപ്പറായിട്ടുള്ള ക്ലീൻ അല്ലാത്ത ഇതുകൊണ്ടായിരിക്കാം, ത്രെഡ് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ത്രെഡ് ചെയ്തപ്പോൾ അന്നേരം തൊട്ടേ ചൊറിച്ചിൽ തുടങ്ങി. അത് ഇവിടെ എല്ലാം എനിക്ക് ചൊറിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡേ ബൈ ഡേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ കുഞ്ഞായിട്ട് കുറച്ചൊക്കെ കൊഴിയാൻ തുടങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് എന്തോ അവിടുത്തെ ഒരു വൃത്തിയില്ലായ്മ എന്തോ സംതിങ് ആണ്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ എടുത്ത ഒരാൾക്കും കൂടി ഇങ്ങനെ സെയിം ഒരു ഇത് വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ അവിടുന്ന് ഇനി ചെയ്യില്ല എന്ന് മനസ്സിലാക്കി. അത് എൻ്റെ ഇവിടെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തായിരുന്നു പോയി ചെയ്തത്. അപ്പം അത്രയും ക്ലീൻ അല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം മേ ബി നമുക്കെല്ലാം ഒരു ഇച്ചിങ് ഫീൽ ചെയ്തു. അതായത് എന്തോ റാഷസ് പോലെ ഇവിടെയൊക്കെ വന്നു. അപ്പോൾ അതിനുശേഷം പുരുകം കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ ഇനി ഒരു കെമിക്കൽ, അതായത് പുരുകം ഇനി വരണമെങ്കിൽ ചിലർ കെമിക്കൽ നമ്മൾ ടാറ്റു ഒക്കെ അടിച്ച് അങ്ങനെ ഇതൊക്കെ ചെയ്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും താല്പര്യമില്ല. നോർമലായിട്ട് വളർത്താനാണ് താല്പര്യം. നോർമലി എന്തെങ്കിലും ചെയ്തിട്ട് വളർത്താനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചില ഓയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് പുരുകത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുമെന്ന് കണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ ഇപ്പം കുറച്ച് വളർന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് വെച്ചോ, അതുപോലെ തന്നെ നമ്മുടെ കരിയൊക്കെ ഇല്ലേ, കരിയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് തന്നെ നമുക്ക് പുരുകം വളരാനായിട്ട് സഹായിക്കും. അങ്ങനെ അത് വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഇവിടെ പറയുന്നതിലുപരി നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ എവിടെ പോയി ഏതൊരു സ്ഥലത്ത് നമ്മുടെ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു മെയിനൊരു ഇതാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന വർക്കുകളോ കാര്യങ്ങളോ നമുക്കൊന്ന് പിഴച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കത് ഓക്കെ അല്ലെങ്കിൽ അതൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു, നമ്മുടെ മുഖം മൊത്തം അവിടെ തീരുകയാണ് ചെയ്യണത്. എന്തെങ്കിലും ഒരു കെമിക്കലിൻ്റെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുഖം തീർന്നു. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇനി ചെറിയ എമൗണ്ടിന് ചിലപ്പം പൈസ ലാഭിച്ച് ചില സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യും. ഇപ്പോൾ കുറവല്ലേ, എനിക്ക് അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷേ അങ്ങനല്ല, അവിടെ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും നിങ്ങൾ ഉറപ്പാക്കണം, വിലയിരുത്തണം. എങ്ങനെയുണ്ട്, എനിക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ബെസ്റ്റാണ്, എൻ്റെ സ്കിന്നിന് അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലർജി കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ അവരുടെ അടുത്ത് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി വന്നിട്ട് പിന്നെ അവർ ഉത്തരവാദികളാണോ? അല്ല. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ഇത് പറയും, എനിക്ക് ഇതൊക്കെ അലർജിയാണ്, അല്ലെങ്കിൽ എനിക്കിവിടെ എന്താണ് ഇതുപോലെ ചെറിയൊരു ഇത് സ്റ്റിച്ചിട്ടുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, തുറന്ന് പറയണം. കാരണം അവർക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മൾ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയൊന്നും നിങ്ങൾ ത്രെഡിങ്ങോ ഫേഷ്യലോ അതുപോലെ തന്നെ മറ്റ് മൈക്രോ ബ്ലേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യരുത് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ. വൃത്തിയുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി നിങ്ങൾ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യമായ ലോട്ടറിയുടെ കാര്യം മാനിഫെസ്റ്റേഷൻ പറയാനായിട്ട് നിന്നതാണ്. പക്ഷേ ഇത്രയും അങ്ങ് ലെങ്തി ആവുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാൻ കിടന്ന് വള സംസാരിക്കുമെന്ന്. വള സംസാരിച്ചല്ല ഗൈസ്, ഇത് സത്യം തന്നെയാണ്. ഈ
പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ചിലർ പ്രൊമോഷൻ പർപ്പസിനായിട്ട് ചില പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അല്ലാത്ത പക്ഷം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവസാനം പ്രശ്നമാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ പണ്ട് വീഡിയോസൊക്കെ കാണുമ്പോഴേ ചില ക്രീമുകൾ ഇട്ട് കഴിഞ്ഞാൽ മുഖം ഭയങ്കരമായിട്ട് വെളുത്തങ്ങ് തുടുത്ത് കയറും, മുടി ഇങ്ങ് മുട്ടറ്റം കഴിഞ്ഞങ്ങ് വരും, വളർന്നു വരും, പിന്നെ നടക്കുമ്പോൾ അങ്ങ് മുട്ടറ്റം വരെ കിടക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണും. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വിശ്വസിക്കും. അങ്ങനെയല്ല, മുടി എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരമ്പര്യമാണ്. രണ്ടാമത്തെ വിധത്തിൽ മുടി ഒരു വിധത്തിലല്ല, നമുക്ക് അത്യാവശ്യ രീതിയിൽ വളർത്തിയെടുക്കാം, അല്ലാതെ മുട്ട് വരെ കൊണ്ടുവന്ന് വളർത്തി എടുക്കാന്ന് വെച്ചാൽ പാരമ്പര്യം ഒരു വിധത്തിലൊരു മെയിൻ ഘടകമാണ്. പിന്നെ മുടി കൊഴിച്ചിൽ, നിലവിൽ നിൽക്കുന്ന മുടി കൊഴിച്ചിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, താരൻ ഒഴിവാക്കാൻ പറ്റും, ഗ്രേ ഹെയർ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. അല്ലാതെ താഴെ വരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതൊക്കെ പല രീതിയിൽ പരസ്യങ്ങൾ പല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ അതുകൂടാതെ ഈ ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞത് നമ്മുടെ ഫാമിലി എന്ന രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളും ഞാൻ ഇതുവരെയ്ക്കും ഇട്ടിട്ടില്ല. ബ്യൂട്ടി ഒരു വട്ടം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇടണമെങ്കിലോ നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്ത് വീഡിയോസ് ആണെങ്കിലും തുറന്നടിച്ച് എല്ലാ കാര്യങ്ങളും, ടു ബി ഫ്രാങ്ക് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒത്തിരി ലെങ്തിൽ വീഡിയോ പോയിട്ടുണ്ട് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് ജസ്റ്റ് നീക്കി കാണാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ ജസ്റ്റ് നീക്കി കാണാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ഞാൻ ടാഗ് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം മേടിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെ കണ്ട പ്രോഡക്റ്റുകളൊക്കെ വീഡിയോസിൽ കണ്ട് മറ്റു ഇതിലൊക്കെ കണ്ട് മേടിക്കുന്നവരെടുത്ത് അങ്ങനെയുള്ള ഫ്രണ്ട്സോ ചങ്കത്തിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതുമയായിട്ടുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ ഇതിലുള്ള വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.